ഹലോ, ഞാനൊരു സുന്നി പ്രവർത്തകനാണ്. പക്ഷേ നിങ്ങളുടെ സുന്നിയല്ല. ഞാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അംഗീകരിക്കുന്ന ഒരു സുന്നി പ്രവർത്തകൻ, ഒരു സാധാരണ പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശത്തിന് നിഴലുണ്ടാവില്ല എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ സിറാജിൽ എഴുതി OM തരുവണ എന്ന സുഹൃത്ത് അത് ശരി. എന്നാ പിന്നെ എന്തിനാ ഈ ഇത് മറ്റൊരു കുപ്പായ ആ ഒരു അഭിനയം നടിച്ചു നടക്കണ്? മറ്റൊരു പറയുന്നു എന്നുള്ളത് ഇപ്പൊ തന്നെ മുനാഫിക്കാൻ തിരിഞ്ഞില്ലേ എല്ലാവർക്കും? ഇപ്പൊ തന്നെ മുനാഫിക്കാൻ തിരിഞ്ഞില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ? അങ്ങൾ ആ കൂട്ടുകാരുണ്ടല്ലോ, അവരായിട്ട് പോയിക്കും. അവരെ കൂട്ടത്തിലാണ് നിങ്ങൾക്ക് നല്ലത്. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 50,000 വിറ്റല്ലോ, അതിന് നയലുണ്ടായിരുന്നോ? നയല് നോക്കിയിരുന്നോ നിങ്ങള്? അടിക്ക്, മുജീബ് അടിക്ക്. 2 കുപ്പി നിങ്ങൾ വിറ്റില്ലേ, 25,000 വീതം. നിങ്ങൾ അതിന്റെ ആളാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. അതിന് നയല് നോക്കിയിരുന്നോ? മൈക്കെടുത്ത് പറയും, ഞാൻ മൈക്ക് വിട്ടു. 50,000 ഞങ്ങൾ മുടി വിറ്റിട്ടില്ല, നിങ്ങളാണ് മുടി വിറ്റിട്ടുള്ളത്. ഞങ്ങൾ വിറ്റുന്ന കേൾവിക്കാര അവസ്ഥാനത്ത്. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഒരു മിനിറ്റ്. മുടിയിട്ട വെള്ളം 25,000 2 കുപ്പി കോഴിക്കോട് വെച്ച് വാവാട് ഉസ്താദിന്റെ കയ്യിലൂടെ നമ്മളെ എന്താണ് ഖാസിമി റഹ്മത്തുള്ള ഖാസിമി വിറ്റിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ കാശ് ദാറുൽ ഖുർആനിന് ഉപയോഗിക്കാനാണെന്ന് അദ്ദേഹം പച്ചയിൽ പറഞ്ഞിട്ടുമുണ്ട്. അത് വെല്ലൂരുള്ള ഷായറെ മുബാറക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു ആലം, എനിക്കറിയില്ല കേട്ടോ. അത് പറഞ്ഞിട്ടുള്ളത് അതാണ്. ഞാൻ ചോദിക്കട്ടെ, വെല്ലൂരിലുള്ള ഷായറെ മുബാറക്കിന് ഉസ്താദ് ചോദിച്ച ചോദ്യം ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിശദീകരിച്ചില്ല. വെല്ലൂരിലുള്ള ഷായറെ മുബാറക്കാണ് അതിൽ മുക്കിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാഷാ അല്ലാഹ്, മുഫാദ് മോൻ അലേട്ടായിക്കോളൂ. അപ്പൊ മുക്കിയിട്ടുള്ളത് എന്നാ പറഞ്ഞു. ഈ വെല്ലൂരിലുള്ള ഷായറെ മുബാറക്കിന് നിഴൽ ഇല്ല എന്ന് നിങ്ങൾ പരിശോധിച്ച് തീരുമാനപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ഉസ്താദ് ചോദിച്ചിട്ടുള്ളത്. അതിനാണ് മറുപടി കിട്ടേണ്ടത്. മുജീബെ, ഉസ്താദെ മറുപടി പറഞ്ഞോട്ടെ ഉസ്താദെ, എന്നിട്ട് പിന്നെ ബാബക്ക് എന്നിട്ട് എടുക്കാം. ഒന്നുകൂടെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. വെല്ലൂരിലുള്ള ഷായറെ മുബാറക്കാണ് അതിൽ മുക്കിയത്. ആ മുക്കിയ പിന്നെ വെള്ളമാണ് 25,000 വീതം വാങ്ങിയിട്ട് 2 കുപ്പി വാവാട് ഉസ്താദിന്റെ കയ്യിലൂടെ കാസിമി കൊടുത്തിട്ടുള്ളത്. അതിന് ആ വെല്ലൂരിലുള്ള ഷായറെ മുബാറക്കിന് എന്തുണ്ടോ, നിഴൽ ഇല്ല എന്നോ അല്ലെങ്കിൽ ഉണ്ട് എന്നോ നിങ്ങൾ പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിന് മുജീബ് തന്നെ മറുപടി പറയണം. അത് കഴിഞ്ഞിട്ടേ ഇനി മറ്റുള്ള ആൾക്കാർ മൈക്കെടുക്കാവൂ. മുജീബ് അതിന് മറുപടി പറയണം. മൈക്കിലേക്ക് വരും. നിങ്ങളിവിടെ കള്ളമാണ് പറഞ്ഞത്, അതിനെന്തിനാ മറുപടി പറയുന്നത്? ഞങ്ങൾ 50,000 വെള്ളം വിറ്റിട്ടില്ല. ഒരു മിനിറ്റ്, ഇനി ആ ക്ലിപ്പ് കൂടി കഴിഞ്ഞിട്ട് എടുക്കും ഉസ്താദെ, അതാണ് നന്നാവുക. മുഫാദ് മോനൊന്ന് റൈസാൻഡ് ചെയ്തോളൂ. മുഫാദ് മോനൊന്ന് റൈസാൻഡ് ചെയ്തിട്ട് ആ ക്ലിപ്പും കൂടി അങ്ങ് കേൾപ്പിച്ചു കൊടുക്കും. പോകരുത് കേട്ടോ. മുജീബിന്റെ ഡോട്ടൊക്കെ ഒഴിവാക്കി കൊടുക്ക്. മുജീബിന്റെ ഡോട്ടൊക്കെ ഒഴിവാക്കി കൊടുക്ക്. മുജീബ് പോകരുത്. നിങ്ങൾക്ക് അർഹിക്കുന്ന എല്ലാ റെസ്പെക്റ്റും നൽകിക്കൊണ്ടാണ്. അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. മുഫാദ് മോൻ ആ ക്ലിപ്പ് റെഡിയാണ്. ആ വാവാട് ഉസ്താദിന്റെ കയ്യിലൂടെ കൊടുക്കുന്ന ആ ക്ലിപ്പ് ഒന്ന് മുഫാദ് മോൻ പ്ലേ ചെയ്യിച്ചോളൂ. വളരെ ചിന്തിക്കണം. ഈ 2 മുടിയും കൊടുത്തിട്ട് ഹബീബായ നബി പറഞ്ഞു, യഖ്സിമുഹു ബൈനന്നാസ്. ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്. സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. ഞാൻ കാണിച്ചു തരാം. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള
വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ബാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഇന്നും വെല്ലൂരിൽ നിലനിൽക്കുന്നുണ്ട്. ഹബീബ് 25,000 വീതം ദാറുൽ ഖുർആനിന് കൊടുക്കാൻ തയ്യാറുള്ളവർക്ക് വാവാട് ഉസ്താദ് കൊടുക്കും. അണ്ടാ പറഞ്ഞ വാക്ക് 10, 100 ഒന്നും പോരാ, 25,000 ഒരു കുപ്പിക്ക് വേണം. അങ്ങനത്തെ 2 കുപ്പിയുണ്ട്. ഉസ്താദ് പറഞ്ഞ 50,000. മനസ്സിലായില്ലേ? ഇതിന് പിന്നെ നീയലുണ്ടോ ഇല്ലേ, അത് നിങ്ങൾ പരിശോധിച്ച് തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലേ, അതാണ് മൈക്ക് എടുത്തിട്ട് പറയേണ്ടത്. മുജീബ് മൈക്കിലേക്ക് വാ. ഹലോ, ഇവിടെ വെല്ലൂരിലുള്ള അത് തിരുകേശം ആണ് അല്ലേ, അല്ല എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? എന്നാൽ അതൊന്നുമല്ല വർത്താനം. അതിന് നീയലുണ്ടോ ഇല്ലേ? ശരി, ഞങ്ങളും കുറച്ചു കാലമൊക്കെ വെല്ലൂർ പഠിച്ചിട്ടൊക്കെ പോന്നാണേ. ഞങ്ങൾ ഇവിടെ ഒരുപാട് ഉസ്താദുമാരുണ്ട്. വെല്ലൂര് പഠിക്കുകയും ആ ഷാറെ മുബാറക്ക് കാണുകയും ആ ഷാറെ മുബാറക്കിട്ട വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാരിനെ ഞാൻ ചോദിക്കുന്നത്, അതിന് നീയലുണ്ടോ ഇല്ലേ തീരുമാനം എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ 25,000 വാങ്ങിയവരുടെ അടുത്ത് വാങ്ങിക്കൊടുക്ക്. പിന്നെ കാസിമിയുടെ കയ്യിൽ നിന്ന് 25,000 ഷാറെ മുബാറക്ക് ഇട്ട വെള്ളാണ് എന്ന് പറഞ്ഞിട്ട് വിറ്റില്ലേ? എന്നിട്ട് കാന്തപുര ഉസ്താദിന്റെ പേരിൽ പരാതിയോ? 25,000 വിറ്റത്. ഞാൻ ആ വിറ്റതിനൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല കേട്ടോ, അതിനൊന്നും ഞാൻ വിമർശിക്കുന്നില്ല. അതൊക്കെ അവനവന്റെ കാര്യം. റസൂലുള്ളാന്റെ ഷാറെ മുബാറക്കിട്ട വെള്ളം വിറ്റ് കാശാക്കിയവൻ ആരായിരുന്നാലും അവനായി റബ്ബുമായിട്ട് അവന്റെ കാര്യം, അത് തീരുമാനം അവിടെ ആക്കിക്കോളും. നമുക്ക് പരാതിയില്ല. പക്ഷേ ഈ പരാതി എതിർഭാഗത്ത് കാന്തപുര ഉസ്താദിനെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ ഇട്ട മുടിയുടെ സനത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറയണം. ഇല്ല, കണ്ടിട്ടില്ല എങ്കിൽ അത് തെജിരിബത്ത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ അതിനിപ്പോ പറയാ, വളരെ വ്യക്തമായി പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അത് തീരുമാനം എടുത്തിട്ടുണ്ടോ? നിങ്ങൾ പറയണത് ഇല്ല. ഇല്ലെങ്കിൽ പച്ച നുണ പറഞ്ഞിട്ട് 25,000 വീതം നിങ്ങൾ അപഹരിച്ചതാണ്. അത് ആ പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം. അല്ലാഹു തആല കാക്കട്ടെ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഇത് നമ്മൾ പറയല്ല, 2 കാലിനും മന്തുള്ളവനെ തള്ളവിരലുമേൽ ചെറിയ ഉണലുള്ളവനെ ചൂണ്ടിയിട്ട് പരിഹസിക്കുന്നത് പോലെ നിങ്ങൾ ഈ ജാതി വർത്താനായിട്ട്. അതുകൊണ്ട് നല്ല ആലോചിച്ച മുജീബേ, ഞങ്ങൾ ഇത്തരം ചർച്ച ഇവിടെ നടത്താറില്ല. നിങ്ങൾക്കറിയാത്. പലപ്പോഴും ഞങ്ങളത് വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കണതാണ്. കാരണം ഞങ്ങൾക്ക് ഇതിനേക്കാൾ ഉപകാരപ്രദമായ ജനങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പുത്തനാശയക്കാര് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വഴിവഴപ്പിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാറുള്ളത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. ഞങ്ങൾക്ക് ഇതും നിന്റെ അങ്ങേപ്പുറം പറയാനറിയാം. നല്ല മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ചോദിച്ചതിന് മറുപടി പറയും. നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞു അങ്ങനെ 25,000 കൊടുത്തിട്ടില്ല. സുഹൃത്തുക്കൾ, നിങ്ങളെല്ലാരും കേട്ടില്ലേ? ഈ മുജീബിന്റെ നേതാവ്, ഇദ്ദേഹം പറഞ്ഞ സംഘടനന്റെ നേതാവ് 25,000 കൊടുത്തിട്ട് വാവാട് ഉസ്താദിന്റെ പേര് അടുത്തുനിന്ന് വാങ്ങാൻ പറ്റുന്നവർ വാങ്ങിക്കോളീന്ന്, അത് സംഭാവന കൊടുത്തോളീന്ന് പോലും പറഞ്ഞിട്ടില്ല. 25,000 കൊടുക്കാൻ പറ്റുന്നവർ കൊടുത്തിട്ട് കുപ്പി വാങ്ങിക്കോളീന്നാ പറഞ്ഞത്. മനസ്സിലായോ? അതിന്റെ നിഴലുണ്ടോ എന്നുള്ളത് പരിശോധിച്ചോന്നാ ചോദിക്കേണ്ടത്. അതുണ്ടെങ്കിൽ അതിന് മറുപടി പറയും മുജീബ്. എന്നിട്ട് മതി ഈ കുതിരയാറാൻ നടക്കണത്. അതുകൊണ്ട് ആ പണി എന്ത് ചെയ്യാറിയോ? നിങ്ങൾക്ക് നിങ്ങളെ റൂമിൽ ഇരുന്നിട്ട് നടത്താം. ഇവിടെ വന്നിട്ട് SGVയിൽ വന്നിട്ട് മേലാൽ ഈ ജാതി എന്ത് ചെയ്യരുത്, പറയരുത്. ഇതിന് അങ്ങേപ്പുറം ഞങ്ങൾ പറയിപ്പിക്കും നിങ്ങളെ കൊണ്ട്. മനസ്സിലായോ? ഞങ്ങൾ പിന്നെ അതെല്ലാം മാന്തി വലിച്ചിട്ട് അതൊക്കെ ഞങ്ങൾ കെട്ടിപ്പൂട്ടി മടക്കി വെച്ച കാര്യമാണ്. അത് മനസ്സിലാവേണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, തിരിഞ്ഞവർക്ക് തിരിഞ്ഞിട്ടുണ്ട്, ആദരിക്കുന്നവർ ആദരിക്കുന്നുണ്ട്, വിമർശിക്കുന്നവർ വിമർശിക്കുന്നുണ്ട്. ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല. മനസ്സിലായോ? പക്ഷെ ഞങ്ങളിവിടെ ഇപ്പൊ ഇതിനു മുമ്പ് നടന്നിരുന്ന ചർച്ച എന്തായിരുന്നു സുഹൃത്തുക്കളെ?
എത്ര സുന്ദരമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാളിച്ചകളും വീഴ്ചകളും അവരുടെ പൊള്ളത്തരങ്ങളും ഇവിടെ അങ്ങനെ വെച്ച് വിളമ്പിന് കണ്ടപ്പോ മുജീബിനെ പോലുള്ള മുനാഫിക്കുകൾക്ക് ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, എനിക്ക് ആദരവൊന്നുമില്ല. പയ്യോൾ ഉസ്താദ് പറഞ്ഞ ആ റെസ്പെക്ട് ഒന്നും ഞാൻ നൽകുന്നില്ല. തനിച്ച മുനാഫിക്ക് എന്നാണ് മുജീബ് അടക്കമുള്ളവരെ ഞാൻ മനസ്സിലാക്കുന്നത്. യാതൊരു മടിയില്ല എനിക്കത് പറയാൻ. കാരണം പുത്തനാശയക്കാരെ നേരിടുന്നതിനെ അത് പിത്തനാക്കിയിട്ട് ഇവിടുത്തെ ചർച്ച മറ്റൊരു വഴിക്ക് തിരിച്ചുവിടണം എന്ന് വിചാരിക്കുന്നവൻ സീറോ അബ്ദുള്ളയുടെ അനുയായി ഇത്തരം കാര്യം പറഞ്ഞാൽ ഇതായിരിക്കും അനുഭവം. ആൺകുട്ടിയാണെങ്കിൽ എടുത്തിട്ട് മറുപടി പറയും. നിങ്ങൾ നിഴലുണ്ടോ ഇല്ലയോ നോക്കിയോ, മറുപടി പറയും. അതിനാ മൈക്ക് കയറുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സോറി, ഒറ്റ മിനിറ്റ്. കാരണം ഈ മുജീബ് എന്ന് പറഞ്ഞാൽ ഫൈസിയാണ്, അപ്പുറത്തെ എസ് കെക്കാരുടെ അഡ്മിൻ ആണ്. കുറെ കാലമായി മദീന ആരായാലും വേണ്ടില്ല, ഏത് കൊമ്പനായാലും വേണ്ടില്ല, ഏത് കൊമ്പന്റെ മോനായാലും വേണ്ടില്ല, മറുപടി പറയട്ടെ. ഏത് കൊമ്പനായാലും വേണ്ടില്ല, ഏത് കൊമ്പന്റെ മോനായാലും വേണ്ടില്ല, ഈ ചോദ്യത്തിന് മറുപടി പറയണം. നമുക്ക് അത്രേ വേണ്ടു. അത് ഏത് കൊമ്പനായാലും വേണ്ടില്ല, ഫൈസിയോ ഫൈസിന്റെ ആരായാലും വേണ്ടില്ല, മൈക്കെടുക്കട്ടെ, എന്ത് മറുപടി പറയട്ടെ, മൈക്കെടുക്ക്. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഈ പുത്തൻവാദികൾക്ക് ഹലോ, കേൾവിക്കാരൻ ഉസ്താദ്, നിങ്ങളിപ്പോ കേരളത്തിലൊരു നാര് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതിന്റെ നിഴൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? പിടിച്ചല്ലോ, അതിന്റെ നിഴൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതൊന്ന് പറയാ നിങ്ങള്. അത് തന്നെയാ സുഹൃത്തെ പറഞ്ഞത്. നിങ്ങൾ കൊണ്ട് ഈ 50,000 വിറ്റതിന് യാതൊരു കണക്കുമില്ല, കാര്യമില്ല അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മുണ്ടാട്ടമില്ലല്ലേ? 50,000 പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിടുങ്ങിയിട്ട് പാവങ്ങളെ വഞ്ചിച്ചിട്ട് ഒരു സേനത് പോലും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയാതെ മാനം കെട്ടുപോയി. ആ ക്ലിപ്പും കൂടി വേണം നിങ്ങൾക്ക്, തരും. കാരണം അതിനെപ്പറ്റി ചോദിക്കരുത് എന്ന് പറഞ്ഞേ, അതിനെപ്പറ്റി ചോദിക്കാൻ പാടില്ല. അവിടുത്തെ സേനത് അത് ചോദിക്കാൻ പറ്റൂല, അത് ചോദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ സേനത്തിനെ കുറിച്ചും നിങ്ങളോട് ചോദിക്കാൻ പാടില്ല, മേലുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും ചോദിക്കാൻ പാടില്ല. കാരണം ചോദിച്ചാൽ ഈ 50,000 തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു തിരിച്ചറിവാണ് നിങ്ങൾ ആ വിഷയം ടച്ച് ചെയ്യാൻ പോലും ധൈര്യപ്പെടാത്ത. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് കാന്തപുരം ഉസ്താദ്, ഞാൻ ഒറ്റ മിനിറ്റ്, എല്ലാവരും ഒന്ന് ക്ഷമിക്ക്, കാരണം ആർക്കും താല്പര്യമുള്ള വിഷയമല്ല ഇത്. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ക്ലിപ്പ് ഇടാൻ പറ്റുമോ? 1 രൂപയ്ക്ക് AP ഉസ്താദ് ഈ മുടിയിട്ട വെള്ളം വിറ്റത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ആൺകുട്ടികള് അത്തറവാട്ടിലുണ്ടെങ്കിൽ വാ, ഒരൊറ്റ കുപ്പി 1 ഉറുപ്പ്യക്ക് 50 പൈസക്ക് വിറ്റത്, ഞാൻ ലേലം വിളിച്ചത്, സംഭാവന ഇപ്പേരില് ഏത് ഷാറെ മുബാറക്ക് വെള്ളം വിറ്റ അല്ലെങ്കിൽ വെള്ളത്തിന്റെ പേരിൽ സംഭാവന വാങ്ങിയത് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? കഴിയില്ല. വെറുതെ എന്തിനാണിത്? അതിനുള്ള ആൺകുട്ടികളുണ്ട്. വാ, ഷാറെ മുബാറക്കിന്റെ വെള്ളത്തിന്റെ പേരിൽ, ആ മുടിയിട്ട വെള്ളത്തിന്റെ പേരിൽ അര നയാ പൈസ വാങ്ങിയത് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? നോണ പറയരുത്, കളവ് പറയരുത്, കാരണം മോശാണ്. കുറെ കാലായി ക്ഷമിക്കുന്നു. ഞാൻ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേറൊരു കാര്യം കൂടി ഇവരോട് പറയാം. ഇതിന് മുമ്പ് തന്നെ നമ്മുടെ ഇവരെ എന്താ അതിന് പറയല്, ഇവരെ നേതാവുണ്ടല്ലോ, നമ്മളെ കുറെ കാലമായിട്ട് വിസ്മയ പാർക്കിലും പോയ നേതാവ്, അവരെന്നെ പറയുന്നുണ്ട് ഇതിനു മുമ്പ് പിന്നെ ഈ ഖസ്റജിയുടെ മുടി. ഹലോ, അസ്സലാമു അലൈക്കും. ദയവേത് ഞാൻ കുറെ സമയമായി പയ്യോളു സാഹിബ് മൈക്ക് വിട്ടപ്പോ മൈക്കിന് വേണ്ടി ക്ഷമിക്കണം. ദയവേത് റുവൈസ്, നമ്മുടെ അഡ്മിന്മാർ, നമ്മുടെ പ്രവർത്തകർ ആരും ഇപ്പം എന്ത് ചെയ്യരുത്, ആവേശത്തിൽ നിങ്ങളെല്ലാവരും ക്ഷമിച്ചിരിക്കുക. ഇവിടെ ഇപ്പൊ പയ്യോളു ഉസ്താദ് ഉണ്ട്, ബാവാമീറ മേലുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ കൈതാഴ്ത്തി കളി. ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ കൈതാഴ്ത്തി കളി. ആരും മൈക്കിലേക്ക് ദയവേത് ഇപ്പൊ നമ്മളെ പ്രവർത്തകർ ആരും വരരുത്. ഇവിടെ പറയാൻ മാത്രം എന്തുണ്ട്, ഉസ്താദ് മൈക്കിൽ വരാവൂ, വേറെ ഒരാളും ഇപ്പൊ മൈക്കിൽ വരരുത്. ആര് വന്നാലും ഇപ്പൊ മൈക്കിൽ ഡോട്ടിടും. മനസ്സിലായോ? അതുകൊണ്ട് മുജീബ് ചോദിച്ചതിന് മറുപടി പറയാം. നിങ്ങൾ ആദ്യം പറഞ്ഞു വിറ്റിട്ടില്ല, ഇപ്പൊ വിറ്റ് കേട്ടില്ലേ? എന്താ അങ്ങ് ഉണ്ടാട്ട മുട്ടിയത്? സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാരും കേട്ടില്ലേ 25,000 വിറ്റത്? കേട്ടില്ലേ? അന്ന് നയല് നോക്കിയോ? ഇതല്ലേ നിങ്ങളല്ലേ ഇത് ആദ്യം വിറ്റത്?
ആദ്യം ചെയ്തതിന്റെ നിഴല് നോക്കിയോന്നാ ചോദിക്കേണ്ടത്. നിങ്ങൾ പരിശോധിച്ചോ? അത് പരിശോധിച്ചിട്ടാണോ നിങ്ങൾ വിറ്റത്? അത് വിറ്റപ്പോ നിങ്ങൾ ഇപ്പറയണ ഇതിന്റെ ആളുകളുണ്ടല്ലേ, ഈ സീറോ അബ്ദുള്ളന്റെ ആളുകൾ, ഈ സീറോ അബ്ദുള്ളന്റെ ആളുകൾ ചോദ്യം ചെയ്തോ ആ കാസിമിനെ? അത് ഒറിജിനൽ ആണോ അല്ലേ എന്ന് നിങ്ങൾ പരിശോധിച്ചോ? മറുപടി പറയും, മുജീബ് മറുപടി പറയും. വേറെ ആരും ഇപ്പൊ മൈക്കിലേക്ക് വരരുത്. ഓക്കെ, ഞാൻ മൈക്ക് കൂട്ടും. ഹലോ ഉസ്താദെ, വെല്ലൂരിലുള്ളത് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആളുകളും വളരെ ആദരപൂർവ്വം നമ്മൾ ആദരിക്കുന്നതാണ്. അത് കാന്തപുരത്തിന്റെ അടുത്ത് എത്തുന്നതിന്റെ മുമ്പേ ഹസറജിന്റെ കയ്യിലുള്ളതും നമ്മളെല്ലാം ആദരിച്ചിനോ? അതറിയില്ല. ഹസറജിന്റെ കയ്യിലുള്ള ഷെയറെ മുബാറക്കെ കാന്തപുരത്തിന്റെ കയ്യിലെത്തുന്നതിന് മുമ്പേ നമ്മളെല്ലാം ആദരിച്ചതാണ്. ഒറ്റയടിക്ക് ആദരിച്ചിട്ടുണ്ട്. അതറിയില്ല. ഇതിനിപ്പോ ഉള്ള കുഴപ്പം എന്താ അറിയോ? കാന്തപുരത്തിന്റെ കൈ കിട്ടി എന്നുള്ളതാ. അത് ശരി. വെണ്ണൂരിലുള്ള ഷെയറെ മുബാറക്കാറ്റ കാന്തപുരത്തിന്റെ കയ്യിലേക്ക് വന്നു നോക്കണ്ടേ? നിങ്ങളൊക്കെ ഹാല് തിരിയണമെങ്കിൽ ചങ്ങായിമാരെ. അത് ശരി, നമ്മളൊക്കെ ആദരിക്കുന്നുണ്ട്. ഇനിയോ ഞാൻ ചോദിക്കട്ടെ, ഒരാള് വന്നിട്ട് നിങ്ങളോട് പറയാ, നിങ്ങൾ തുടക്കം പറഞ്ഞെന്താ മുജാഹിദ് എന്നല്ലേ? മുജാഹിദിന്റെ വാദം എന്താ? മുജാഹിദിന്റെ വാദം എന്താ? സഹീഹായ സനദോടുകൂടെ ലോകത്ത് ഒരൊറ്റ ഷെയറെ മുബാറക്കും ഇല്ല എന്നാ തെളിയിക്ക്. നിങ്ങൾ സനദുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ മുജാഹിദിന്റെ വാദമല്ലേ ആദ്യം നിങ്ങൾ ഉന്നയിച്ചത്? ചോദിക്കട്ടെ, ലോകത്തിൽ നിന്ന് മുജാഹിദിന്റെ വാദമാണ് കേട്ടോ, പാച്ച നുണയാണത്, മറ്റൊരു വാദം, ഒരു വിഷയം. ഏതായാലും അവർ വാദിക്കുന്നത് സഹീഹായ സനദിൽ ഒറ്റ സനദ്, പിന്നെ ഒറ്റ അസറും ഇന്ന് ബാക്കിയില്ല എന്നാ. നിങ്ങൾ തെളിയിക്കുണ്ടോന്ന് ഒന്ന് കൊണ്ടുവാ, ഞങ്ങളൊന്ന് കാണട്ടെ. എന്തിനാ മക്കളെ വെറുതെ മാനം കെടാൻ നിൽക്കണേ? 50,000 വാങ്ങിയില്ലേ? ആ ഷെയറെ മുബാറക്ക ഇട്ട വെള്ളം വിറ്റിട്ട് 50,000, 2 കുപ്പി, ലക്ഷക്കണക്കിന് കുപ്പി വെറുതെ കൊടുത്തു ഞങ്ങള്. ഈ സത്യത്തിൽ ഞാൻ മുജീബ് ഒന്ന് ചോദിക്കട്ടെ, നിങ്ങള് ആരാ ഫൗസിയോ എന്തൊക്കെയാണെന്നാ പറഞ്ഞേക്കണേ? നിങ്ങളെ കച്ചവടം പൊളിച്ചല്ലേ കാന്തപുര ഉസ്താദ്? അതല്ലേ നിങ്ങൾക്കുള്ള ദേഷ്യോ? നിങ്ങൾ 50,000-ന് 2 കുപ്പി വിറ്റപ്പോ AP ഉസ്താദ് കോഴിക്കോട് വെച്ച് ഫ്രീ ആയിട്ട് അങ്ങ് കൊടുത്തു. അപ്പൊ നിങ്ങളെ കച്ചവടം മുട്ടിയതിന്റെ ദേഷ്യമല്ലേ തീർത്തത്? അല്ലേ? അതല്ലേ ഇവിടെ ഉണ്ടായത്? കച്ചവടം മുട്ടി. ഇനിയിപ്പോ നമുക്ക് ദാറുൽ ഖുർആനിന് കിട്ടാൻ 50,000 ഇല്ല. ഈ ഒരു ദേഷ്യം തീർക്കാൻ നിങ്ങൾ ഉണ്ടാക്കിയ പണിയായത്, അല്ലാതെ ഇതിന്റെ അപ്പുറം ഒന്നുമില്ല. ഞാൻ മൈക്ക് വിട്ട് ഇനിയിപ്പോ ഈ വിഷയത്തിന് ഉസ്താദെ പിന്നെ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുജീബ് മിസ്കീനാണ്, അതിന്റെ കയ്യിൽ ഒന്നുമില്ല. കാരണം ചോദിക്കണം, റഹ്മത്തുള്ളാഹിന്റെ മുഖത്ത് നോക്കി ചോദിക്കണം. റഹ്മത്തുള്ളാഹിന്റെ മുഖത്ത് നോക്കി ചോദിക്ക്, എവിടെയാണ് അതിന്റെ സനത്? കൊണ്ടുവാ. നിങ്ങൾ സനത് എന്തെന്ന് പറഞ്ഞല്ലോ വിറ്റത്? എവിടെ അതിന്റെ സനത് ഹാജരാക്കാൻ പറ. അല്ലെങ്കിൽ പിന്നെ അത് ഷെയറെ മുബാറക്കാണെന്ന് തെളിയിക്കാൻ വേണ്ടി അതിന് മേലുണ്ടോ പരിശോധിക്കാൻ വേണ്ടി പറ. കോഴിക്കോട്ട് കൊണ്ടത് പരിശോധിക്കട്ടെ. മാനം കയറണ്ട വെറുതെ. ഞാൻ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അല്ല നജീബ്, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ സുഹൃത്തെ, ആരും എന്ത് ചെയ്യരുത്, ഇപ്പൊ മൈക്കിലേക്ക് വരരുത് എന്ന് പറഞ്ഞല്ലോ കേട്ടാ. ഇവിടെ ഇപ്പൊ ആരും മൈക്കിലേക്ക് വരരുത്. പിന്നെ ചിലർ ഈ ചർച്ച വേണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ ചർച്ച നമ്മൾ എടുത്തു വെച്ചതല്ല സുഹൃത്തുക്കളെ. അത് അടിക്കുന്ന ആളുകളോട്, ആ ടെസ്റ്റ് അടിക്കുന്ന ആളുകൾ ആരായിരുന്നാലും അവരോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചതല്ല കേട്ടാ. മുജീബ് പറഞ്ഞു ഞാൻ മുടി ശൂന്യല്ല. ഞങ്ങള് മറ്റേ ഹൈഫുദുർ റഹ്മാന്റെ അണ്ടർവെയറിന്റെ ആളായിരിക്കും അല്ലേ? അത് ശരി. വെച്ചിട്ടുള്ളത് ഞാൻ മുടി ശൂന്യല്ല, ഞാൻ ഹൈഫുദുർ റഹ്മാന്റെ അണ്ടർവെയർ കഴുകിയ അടി കൂടെ കഴിച്ചിട്ട് ഇപ്പൊ നമ്മളിവിടെ കേൾപ്പിച്ചില്ലേ, ആ വെള്ളത്തിന്റെ ആളാണ് മൂപ്പര് എന്നാണ് മൂപ്പര് അടിച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഏതാണെങ്കിലും ഞങ്ങൾ ആ കാര്യം ചർച്ച ചെയ്യായിരുന്നു ഇവിടെ, മുജാഹിദുകളും നേർച്ചയും അവരുടെ തൗഹീദും ഒക്കെ. അപ്പൊ ഈ മുജീബ് എന്ന് പറയുന്ന MKD എന്ന് പറയുന്ന ഈ ചങ്ങാതി ഇവിടെ വന്നിട്ട് മൂപ്പര് എന്ത് ചെയ്യണം, അതിങ്ങനെ പറഞ്ഞു കേട്ടപ്പോ മൂപ്പർക്ക് വല്ലാത്തൊരു, മൂപ്പര് വേറെന്തിന്റെ ആളാണത്രേ, വേറൊരു സമസ്തന്റെ പേരാ മൂപ്പര് പറയണത്. അതൊന്നും ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ നമ്മൾ കടക്കണില്ല. എന്താണെങ്കിലും ഈ സീറോ അബ്ദുള്ളാനെ മുൻനിർത്തിയിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഈ മുനാഫിക്കുകൾ, അങ്ങനെ തന്നെ പറയട്ടെ, മുനാഫിക്കുകൾ. കാരണം ഞാൻ ചോദിക്കട്ടെ, സുന്നികൾക്കിടയിൽ തർക്കമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് മുജാഹിദുകളെയും ചേകനൂരികളെയും കൂട്ടിപ്പിടിക്കേണ്ട ഒരു ഗതികേട് ഈ വിഭാഗത്തിന് വന്നെങ്കിൽ അത് എന്തിന്റെ അടയാളമാണെന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ.
രണ്ട് സാധ്യതയെ ഞാൻ കാണുന്നതൊന്നും ഞാൻ ഇപ്പൊ വിശദീകരിക്കണില്ല, അപ്പൊ അതിന്റെ സമയമല്ല. നമ്മൾ ഈ ചർച്ച ഇവിടെ എടുക്കാറില്ല, നടത്താറില്ല. കാരണം അതൊരുപാട് നാടുനീള ചർച്ച നടത്തുകയും ജനങ്ങൾ മനസ്സിലാക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിൽ ഈ മുജീബിനെ പോലുള്ള മുനാഫിക്കുകൾ തറ പറ്റിയിട്ടുണ്ട്. അവരെന്ത് ചെയ്തിട്ടും ക്ലച്ച് പിടിക്കണില്ല. അപ്പൊ ഈ അസൂയ ഇവിടെ ഇങ്ങനത്തെ ചർച്ച നടക്കുകയാണല്ലോ. മുജാഹിദുകളുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും അതുപോലുള്ള ചേകനൂരികളുടെയും മറ്റു വിഭാഗങ്ങളുടെയും ഒക്കെ ആശയത്തെ ഇവിടെ ഇങ്ങനെ കീറിമുറിക്കണ് കാണുകയും ഇവിടെ നിന്ന് ആളുകൾ പഠിക്കുകയും ഇവിടെ ആളുകൾ കൂടുകയും ചെയ്യുമ്പോൾ ഇദ്ദേഹം ഇരിക്കുന്ന ഏതോ പെട്ടിക്കൂട്ടിൽ അവിടെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, സൈക്കിളിൽ. അപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവരെ പോലെ നമ്മളുമാവട്ടെ എന്നുള്ള ആ പണ്ടാരോ പറയില്ലേ കുട്ടരോഗിന്റെ മനസ്ഥിതി, ആ മനസ്ഥിതിയായിട്ട് വന്നതാ മുജീബ്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഈ ചർച്ച എടുത്തിട്ടുള്ളതല്ല. നമ്മളിവിടെ നടത്തിയിരുന്നത് ഇപ്പൊ നേരത്തെ ഇവിടെ അടിച്ചില്ല, ടെസ്റ്റ് അടിച്ചില്ല. ഈ റഹ്മാന്റെ അണ്ടർവെയറിന്റെ ആള് നമ്മളെ നജീബ് 786 എന്ന് പറഞ്ഞ ആ മൂപ്പരെ അവരായിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യണത്, ചർച്ച നടത്തിയിരുന്നത്. അപ്പോഴാണ് അതിന്റെ ഇടയിൽ ഈ മുജീബ് MKD എന്ന് പറഞ്ഞിട്ടുള്ള ആള് വന്നിട്ട് ഇങ്ങനെ ഒന്നിലേക്ക് വന്നത് കേട്ടോ. അത് അടിക്കണ ടെസ്റ്റ് അടിക്കുന്ന ആളുകളെ ഞങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങളിവിടെ പറഞ്ഞു, ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മുജീബ് MKD എന്നുള്ള ആൾക്ക് മാത്രമാണ് മൈക്ക്, വേറെ ആരും മൈക്കിലേക്ക് വരരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവർ ഫുൾ ഡോട്ടിൽ ഇരിക്കേണ്ടി വരും എന്നറിയിക്കുന്നു. ഓക്കെ, മുജീബിന് മറുപടി പറയേണ്ടി പറഞ്ഞോളൂ. നിങ്ങൾ വിറ്റത് കാന്തപുരം ഉസ്താദ്, ഈ ഷായർ മുബാറക്ക് കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ കിട്ടുന്നതിന്റെ മുമ്പ് തന്നെ ആണ് നിങ്ങൾ ഇത് എന്ത് ചെയ്തത്, വിറ്റത്. 25,000-ന് 2 കുപ്പി നിങ്ങൾ വിറ്റത്. മനസ്സിലായോ? അതേസമയം നേരത്തെ പയ്യൂർ ഉസ്താദ് പറഞ്ഞതുപോലെ മർക്കസിൽ നിന്ന് കൊടുത്ത ഷായർ മുബാറക്ക് മുക്കിയ വെള്ളത്തിന് 1 ഉറുപ്പിക പോലും വാങ്ങിയതായിട്ട് വിറ്റതായിട്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നേരെ മറിച്ച് നിങ്ങൾ നിഷേധിച്ചത് ഇപ്പൊ ഇവിടെ മുഫാദ് മോൻ നിങ്ങളുടെ നേതാവിന്റെ ശബ്ദത്തിൽ തന്നെ അതിവിടെ കേൾപ്പിച്ചു. അതിന്റെ നിഴല് നിങ്ങൾ പരിശോധിച്ചിട്ടാണോ വിറ്റത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് കത്തുമോ കത്തില്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമാണോ നിങ്ങൾ വിറ്റത് എന്നാ ചോദിക്കുന്നത്. അതിനാ മറുപടി പറയേണ്ടത്. ആളാണെങ്കിൽ മറുപടി പറയും. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ചാൻസ് തരുന്നു. ഞാൻ മൈക്ക് വിട്ടു. ഹലോ, കേൾവിക്കാരൻ ഉസ്താദേ, നിങ്ങൾക്ക് എന്റെ പിതാവിന്റെ പ്രായമുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുകയാണ്. നിങ്ങൾ മുനാഫിക്ക് എന്നൊക്കെ വിളിച്ചു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തിനാ മുജീബ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്ലീസ് ദയവേത് ആരും മൈക്കിലേക്ക് വരരുതെന്ന് ഉസ്താദ് പറഞ്ഞു. മുജീബേ, ആവൂല മോനെ, ആവൂല. ആ കാശ് തിരിച്ചു കൊടുക്കാൻ പറയാളോട് ഇനി വർത്താനില്ല. മുജീബേ, ഇനി നിങ്ങൾ മൈക്കെടുക്കണ്ട. റഹ്മത്തുള്ളാഹി ഖാസിമിന്റെ മുന്നിലേക്ക് പോയിട്ട് അയാളോട് പറയാ, ആ കാശ് തിരിച്ചു കൊടുക്ക്. നിങ്ങൾ എങ്ങനെയാ അത് സ്ഥിരീകരിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചത്? എന്തൊരു മാനക്കേടാണിത്. ഇങ്ങനെ മാനം കെടരുതായിരുന്നു നിങ്ങൾ. വെറുതെ ഞങ്ങളൊരു മൂലക്ക് വെച്ചതാ വിഷയം. വെറുതെ മാനം കെടാനായിട്ട് വന്നല്ലേ നിങ്ങൾ ഈ വിഷയമായിട്ട്, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇനി മുജീബിനെ വിട്ടേക്ക്. ആ മുജീബിനെ ഉസ്താദ് ഡോട്ടിട്ട് ഒഴിവാക്കികളാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ ഇനി ആരും വരട്ടെ, ആരെങ്കിലും വരട്ടെ ഇത് പറയാൻ. അഥവാ റഹ്മത്തുള്ളാഹി ഖാസിമി അന്ന് 50,000-ന് 2 കുപ്പി 25,000 പ്ലസ് 25,000-ന് വിറ്റിട്ടുള്ള 2 കുപ്പി അഥവാ വെല്ലൂരിലുള്ള ഷായർ മുബാറക്ക് മുക്കിയിട്ടുള്ള വെള്ളമാണ് വിറ്റിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ആ ഷായർ മുബാറക്ക് എന്തില്ലാന്ന്, നിയമില്ലാന്ന് പൂർണ്ണമായി തെളിയിക്കപ്പെട്ടതാണോ? അത് തെളിയിക്കപ്പെട്ടത് ഡയറക്റ്റ് ദൃസാക്ഷിയായ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം, അവർക്ക് മൈക്കിലേക്ക് വരാം. ഇനി മുജീബ് വേണമെന്നില്ല, ഇനി അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ വാ. അല്ലെങ്കിൽ മര്യാദക്ക് ആ കാശ് തിരിച്ചു കൊടുത്തിങ്ങാണ്ട് ഓരോട് മാപ്പ് പറയാൻ പറ. ഞാൻ മൈക്ക് വിട്ട്. ഇനി ഉസ്താദുമാര് മൈക്ക് കൊടുത്തോളും. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വെല്ലൂരിലുള്ള മുടിയെ എന്താണ് ആശു കെ എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല കേട്ടാ. ഇതിപ്പോ നിങ്ങളായിട്ടുള്ള മറ്റുള്ളവരായിട്ടുള്ള ചർച്ചയല്ല.
ഇവിടെ ഇപ്പൊ മുജീബ് എന്ന് പറഞ്ഞ ആളെന്ത് ചെയ്താണ് ഇങ്ങനെ ഒരു വിഷയമായിട്ട് വന്നതാണ്. പിന്നെ ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയില്ല. സുഹൃത്തുക്കളെ എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? അതിന്റെ ഇടയിൽ നമ്മളെ പ്രവർത്തകരാരോ മൈക്കിലേക്ക് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് ഒരിക്കലും നമ്മുടെ പ്രവർത്തകര് എന്ത് പ്രകോപനം ഉണ്ടായാലും നിങ്ങൾ ആരും മൈക്കിലേക്ക് വരരുത്. പിന്നെ ഇവിടെ ആരെങ്കിലും മൈക്കിൽ സംസാരിക്കുന്ന പയ്യോൾ ഉസ്താദോ മറ്റുള്ളവരോ DC ആയി പോവുകയാണെങ്കിൽ അപ്പളാ വരേണ്ടത്. അതേസമയം ചില സമയത്തൊക്കെ DC ആയി പോവുകയോ ചില സമയത്ത് മൈക്കിൽ പ്രോഗ്രാം ഇല്ലാതിരിക്കുക ചെയ്യുന്ന സമയത്ത് അപ്പം ആരും കാണൂല. അതേസമയം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ആരും എന്ത് ചെയ്യരുത്, ദയവേത് മൈക്കിലേക്ക് വരരുത് എന്ന് ഒരിക്കൽ കൂടി വിനീതമായി അപേക്ഷിക്കുകയാണ്. കാരണം അതൊക്കെ ഈ ചർച്ചയ്ക്ക് തടസ്സമാവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഇങ്ങനെ ഒഴുക്കായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം മറ്റൊരാൾ പിന്നെ അതിന്റെ ഇടയിൽ കയറി ഒരു പ്രവർത്തകർ ഞാൻ അഭിപ്രായം പറയാൻ നിൽക്കുമ്പോൾ എന്താവെന്ന് പറഞ്ഞാൽ അതിന്റെ ആ ചർച്ചയുടെ ഒഴുക്ക് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയും ശ്രോതാക്കളുടെ ശ്രദ്ധ പല ഭാഗത്തേക്കായും തെന്നിപ്പോവുകയും ചെയ്യും. അതൊക്കെ നമ്മുടെ പ്രവർത്തകർ വളരെ ശ്രദ്ധിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. അപ്പൊ ഏതാണെങ്കിലും മുജീബാണ് ഇത് കൊണ്ടുവന്നത്. മുജീബിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു കാര്യം ബോധ്യപ്പെട്ടു. എന്താണ്? ഇവർ ഇത് വിറ്റതും ആ കാശ് വാങ്ങിയതൊന്നും അപ്പൊന്നും ഇവർക്ക് എന്തില്ല, നിഴലിന്റെ പ്രശ്നമില്ല. അപ്പൊന്നും ഇത് കത്തിച്ചു നോക്കണം എന്നുള്ള പ്രശ്നമില്ല. അപ്പൊക്കെ അത് എവിടുന്ന് വന്നു സനത് നോക്കണം എന്നുള്ള പ്രശ്നമില്ല. പയ്യോൾ ഉസ്താദ് പറഞ്ഞതുപോലെ അത് AP ഉസ്താദിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്. അത് മാത്രമല്ല ഇവരുടെ നേതാക്കൾ തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ആ വിഷയം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി വെല്ലൂരിലുള്ളത് തന്നെ കാന്തപുരത്തിന്റെ കയ്യിൽ വന്നാലും മർക്കസിൽ വന്നാൽ അത് ഞങ്ങൾ അംഗീകരിക്കൂല. അപ്പൊ ആ അസൂയായിട്ട് നടക്കുകയാണ്. ഈ അസൂയക്ക് ഇന്ന് വാസ്തവത്തിൽ ജനങ്ങളെ കിട്ടണില്ല. അതാണ് വസ്തുത. നാട്ടിൻ പുറത്തൊന്നും ജനങ്ങൾ എന്ത് ചെയ്യണില്ല, ഈ മുജീബിന്റെ ഈ നിലപാടുള്ള ആളുകളെ കാണാൻ വളരെ അപൂർവമാണ്. അതിന്റെ തെളിവല്ലായിരുന്നോ അവര് AP ഉസ്താദ് നടത്തിയ തിരുവനന്തപുരത്തേക്ക് നടത്തിയ യാത്രയെ പിന്തുടർന്നുകൊണ്ടൊരു വിലാപയാത്ര നടത്തിയില്ലേ? ആളെ കിട്ടിയോ? ഇല്ല. അവരെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ അതിന് സപ്പോർട്ടല്ല. ഒരു മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ആളുകൾ കുറച്ച് ആദ്യകാലത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പൊ അതിലും സാധാരണക്കാർ ഇവരെ വയ്യാലില്ല. ആളെ കിട്ടാതെ വന്നപ്പോൾ ചേകനൂരിസ്റ്റുകളെ അടക്കം മൗദൂദികളെ അടക്കം മുജാഹിദുകളെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിനെതിരിൽ ഇവർ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ ഇവർ കൂട്ടുപിടിച്ച മുജാഹിദിന്റെ നിലപാടെന്താ? മുജാഹിദിന് മറുപടി കൊടുക്കാൻ ഇവരെ കൊണ്ട് പറ്റുമോ? ഇവിടെ പയ്യോൾ ഉസ്താദ് നേരത്തെ പറഞ്ഞില്ലേ, മുജാഹിദിന്റെ നിലപാടെന്താ ഈ വിഷയത്തിൽ? ലോകത്ത് ഒരൊറ്റ ആസാറുമില്ല. റസൂലുള്ളാന്റെ അസറുകളായിട്ട് ഇവർ പറയുന്ന രൂപത്തിൽ തെളിയിക്കാൻ പറ്റുന്ന ഒറ്റൊന്നുമില്ല എന്ന് നിഷേധിക്കുകയാണ്. അവരെ കൂടെ നിന്നിട്ടാണ് എന്ത് ചെയ്യണത്? അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ പറയില്ല നാട്ടില് മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളെ കണ്ണുനീര് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഏതോ പണ്ടാരൊരു അമ്മായിമാന്റെ കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ നിലപാടിലാണ്. പിന്നെ മൂപ്പരതിന്റെ ഇടക്കൊന്ന് പറഞ്ഞു, ഇന്റെ പ്രായങ്ങൾ പരിഗണിക്കണ്ട, ഞാനും പരിഗണിക്കലില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ എന്റെ പ്രായം പരിഗണിക്കണ്? നിങ്ങൾ പ്രായം നോക്കണ്ട, നിങ്ങളത് വല്ലതും കെട്ടിക്കാനോ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാനോ ഉണ്ടെങ്കിലേ ഉള്ളൂ ട്ടാ. മനസ്സിലായില്ലേ? എന്റെ പ്രായങ്ങൾ പരിഗണിക്കണ്ട, ചോദിച്ചതിന് മറുപടി ഉണ്ടെങ്കിൽ പറയും. മനസ്സിലായില്ലേ? ആ മൂപ്പര് പറഞ്ഞത് ഇന്റെ പ്രായം എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലായില്ലേ? ഞാനിപ്പോഴും തന്നെയാണ് ഇവരെക്കാളൊക്കെ ഒരു പടി മുമ്പ് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. യാതൊരു സംശയവുമില്ല. ആ മുജീബല്ല, ഇനി ഫൈസിയല്ല, ഞാൻ അങ്ങേ പുറത്തുള്ളവൻ വന്നാലും അതിലൊന്നും അത്ഭുതമില്ല. ഇവരെ ഈ പ്രസ്ഥാനം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഫൈസി ഇപ്പൊ എവിടെയുള്ളത്? ആയിക്കോട്ടെ ബാമീറ, ഇത് ഉള്ളത് ഇത്തരാക്കാച്ചാ മതി. ഇവരെ ഈ പ്രസ്ഥാനം, ഈ മുനാഫിക്കുകളുടെ പ്രസ്ഥാനം, അതിന്റെ സ്ഥാപക നേതാവായ പൈസിപ്പ എവിടെയുള്ളത്? സുഹൃത്തുക്കളെ, പന്നിപ്പാറാന്നറിയുന്നവൻ ഒറിജിനൽ ആറ്റ കൂടാരത്തിലെത്തിയിരിക്കുന്നു. ഇനി ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ ഇപ്പറഞ്ഞ മുജീബ് അടക്കമുള്ളവർക്കും അതേ ഗതി വരും, യാതൊരു സംശയവുമില്ല. എടാ വേറൊരാള് വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ഫസ്റ്റ്
കലിക്കറ്റാ എന്താണ് ഫസ്റ്റ് എന്തോ ഒരു കേൾവിക്കാരൻ കേൾവി ഉണ്ടെങ്കിൽ മൈക്ക് തരുമോ? മൈക്ക് തരാം കേട്ടാ. ഇവിടെ ആ വിഷയം കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരത്തെ തുടർന്നിരുന്ന ഇവിടെ ഇപ്പൊ പൈസ മുജീബിനേറ്റേന് ആ വിഷയം ഉണ്ടായിരുന്നത്, ആ വിഷയം ഇപ്പൊ ഇവിടെ അവസാനിച്ചു. ഇനി അതുപോലെ സുഹൃത്തുക്കളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ കാര്യം മനസ്സിലായില്ലേ അല്ലേ? മതി അൽഹംദുലില്ലാ. നമുക്കതേ വേണ്ടി ആളുകൾ ഇങ്ങനെ പൊട്ടീസാക്കണത് വഹാബികളെ മാതിരി. ആ കളി എന്ത് വേണ്ട, SGV വേണ്ട. മനസ്സിലായോ? അത് നല്ല മനസ്സിലാക്കിക്കോളി. ഓക്കെ. ഇനി മൈക്കുള്ള ശരി, പയ്യോൾ ഉസ്താദ് മൈക്ക് എടുക്കട്ടെ. അതിനുശേഷം മറ്റുള്ളവർക്ക് ആർക്കാണെങ്കിലും മൈക്ക് എടുക്കാവുന്നതാണ് കേട്ടാ. പയ്യോൾ ഉസ്താദ് റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. ഉസ്താദ് മൈക്ക് എടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഉസ്താദ്. ഓക്കെ, ആ ചർച്ച അവിടെ നമുക്ക് തൽക്കാലം നിർത്തുക. കാരണം ഉസ്താദ് പറഞ്ഞ പോലെ ഇവര് ചെയ്തതിനൊന്നും ഇവര് വിറ്റതിനൊന്നും സനദില്ല മക്കളെ. ഇവരെ കയ്യിലില്ല. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഇവരെ കയ്യിൽ അതിനൊന്നും സനദില്ല. ഇവരതൊന്നും നോക്കിയിട്ടുമില്ല. ഇവർക്ക് കായ് കിട്ടണം, അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ സമസ്ത ഉണ്ടല്ലോ, ഇവര് പറയണ സമസ്ത ഉണ്ടല്ലോ, ഇപ്പൊ എവിടെ എത്തിയേക്കണ്? നിങ്ങൾ കണ്ടില്ലേ 85ാം വാർഷികം നടത്തി. അവിടെ നിൽക്ക്. ഇനി നിങ്ങൾ ആരും, ഞാൻ ഒന്ന് DND ഇടാൻ പോവാണ്. നിങ്ങളൊരാളെ ഇപ്പൊ നമ്മളിനി ഒറ്റ മിനിറ്റ് ഒന്ന് DND. ഓക്കെ, DND ആയില്ലേ? അവിടെ കട്ടെ. നിങ്ങളെ സമസ്ത ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? 85ാം വാർഷികം. 85ാം വാർഷികത്തിന് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ സ്റ്റാള് തുടങ്ങാൻ വേണ്ടി നിങ്ങൾ സ്ഥലം അനുവദിച്ചു കൊടുത്തില്ലേ അവിടെ? 85ാം വാർഷികത്തിന് ബാബക്കൊക്കെ ദൃസാക്ഷിയാ. ഞാനും പോയിട്ടുണ്ട് പരിപാടിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു മഹാനവർകളുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ലക്ഷ്യം ഈ ബിദ്അ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ് ജമാഅത്ത് പോലത്തെ പുത്തനാശയക്കാരനെ നിലക്ക് നിർത്താനായിരുന്നു. എന്നാൽ ഇന്നത്തെ സമസ്തന്റെ ആശയം എന്താ? എത്രത്തോളം അവരോട് കൂടെ കൈയിട്ട് അടക്കാൻ പറ്റുമോ അതിന് സപ്പോർട്ട് ചെയ്യാം. അതാണ് അവരുടെ ആശയം. അതിന്റെ ഭാഗമല്ലായിരുന്നോ 85ാം വാർഷികത്തിന് അവരുടെ സ്റ്റാള് തുടങ്ങാൻ വേണ്ടി അവിടെ സ്ഥലം അനുവദിച്ചു കൊടുത്തു? എന്തിനേറെ പറയുന്നു, ഇപ്പോ പട്ടിക്കാട് ജാമിയന്റെ സമ്മേളനം നടന്നപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ സന്ദർശിച്ചു. എന്താ ജമാഅത്തും സമസ്തയും തമ്മിലുള്ള ബന്ധം? ഇപ്പൊ മുസാവിയ. ആദ്യം തബായനായിരുന്നു, ഇപ്പോ ഇല്ല, മുസാവിയാണ് ബന്ധം. രണ്ടിന്റെ ഇടയിലുള്ള ബന്ധം ഇപ്പൊ അതാണ്, മുസാവി അല്ലേ? ആ രൂപത്തിലല്ലേ പോണത്? ഞങ്ങൾ അതാ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരുപാട് എണ്ണി ഞങ്ങൾക്ക് പറയേണ്ടി വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സമസ്തന്റെ ആശയമാണോ നടപ്പാക്കിയത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ക്ലിപ്പ് എല്ലാവരും എടുത്തുണ്ട്. ജമാഅത്തെ ഇസ്ലാമിന്റെ അഖിലേന്ത്യാ അമീറൈ ആരിഫ് അലി കൊടുത്തയക്കുക സമസ്തന്റെ ജനറൽ സെക്രട്ടറിക്ക് പിന്നെ നോമ്പിന്റെ മുമ്പ് നോമ്പ് വെക്കാനുള്ള കാരക്ക. ഇവർ തമ്മിലുള്ള ബന്ധം എന്താ അറിയണം ഞങ്ങൾക്ക്. എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? സമസ്തന്റെ ജനറൽ സെക്രട്ടറിക്ക് ജമാഅത്തെ ഇസ്ലാമിന്റെ അഖിലേന്ത്യാ അമീർ കൊടുത്തയക്കുകയാണ് കാരക്ക. എന്താ ഇവർ തമ്മിലുള്ള ബന്ധം? എന്താ ഇതിപ്പോ മഹാനായ കന്യാത്തുസ്ഥാന് കിട്ടാതെ പോയി? എന്താ ഇത് വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് കിട്ടാതെ പോയി? എന്താ ഇത് ശംസുലുലമയ്ക്ക് കിട്ടാതെ പോയി? അന്നൊന്നുമില്ലാത്തൊരു ബന്ധം എന്ന് തുടങ്ങിയതാ ഇത്? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. പറയണം, നിങ്ങൾ ഈ സമൂഹത്തോട് പറയണം. ആ ക്ലിപ്പ് ആരുടെ കയ്യിലല്ലേ? ആ ക്ലിപ്പും കൂടി വരട്ടെ, വേഗം വരട്ടെ. വടക്കേക്കാടും എല്ലാവരും മൗജൂദായിരിക്കുമല്ലോ. ആ കാരക്കന്റെ ക്ലിപ്പ്. നിങ്ങൾ ആരും പോയരുത്, SKSF-കാരനും പോയരുത്, പിന്നെ അതുപോലെ തന്നെ സമസ്തക്കാരനും പോയരുത്, എല്ലാവരും ഇവിടെ കുത്തിരിക്കും. അത് ശരി, നിങ്ങളെ മാക്സിമം തക്കരിച്ചിട്ട് തന്നെ വിടുന്നുള്ളൂ. ഇന്ന് നിങ്ങളെ മാക്സിമം ആ ക്ലിപ്പുള്ള ആൾക്കാരൊന്ന് റൈസെന്റ് പെട്ടെന്ന് വരി. ആരിഫലിന്റെ കാരക്ക ക്ലിപ്പ് മൈക്കെല്ലാം തരാം. ഇനി അത്യാവശ്യം കേട്ടിട്ടൊക്കെ പോവാ. ആരെ കയ്യിലൂല്ലേ? ഇതല്ലേ കേൾവിക്കാരൻ സ്ഥായി പറയുന്നത്? അന്ന് കൊണ്ട് എല്ലാരുടെ കയ്യിലും വേണം സാധനം, മുതല് ക്ലിപ്പുകള്. എനിക്ക് PM അടിച്ചാൽ കിട്ടൂല, റൈസാൻഡ് ചെയ്താൽ മതി. ആ ക്ലിപ്പുള്ള ആൾക്കാരൊന്ന് റൈസാൻഡ് ചെയ്താൽ മതി. ഞാനിപ്പോ DND
നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു സമസ്തന്റെ ജനറൽ സെക്രട്ടറിക്ക് ജമാഅത്തെ ഇസ്ലാമിന്റെ അഖിലേന്ത്യാ അമീർ കൊടുക്കുകയാണ്. അഖിലേന്ത്യാ അമീർ കൊടുക്കുകയാണ്. മുഖ്യ സമയത്ത് ഓരോ നോമ്പിന്റെ മുമ്പും കൊടുക്കുക. എനിക്ക് ഓരക്കണ്ട സലാഞ്ചില്ല. സമസ്തന്റെ പുസ്തകത്തിൽ എന്താ പഠിപ്പിച്ചിരുന്നത്? മുമ്പ് എനിക്കറിയില്ല, മാറ്റം പഠിക്കുമെന്ന് എനിക്കറിയില്ല. മുമ്പ് പഠിപ്പിച്ചു മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് ഇത്യാദി പുത്തനാശയക്കാരോട് സലാഞ്ചി. അതെ, ഞാൻ നേരിട്ടങ്ങനെ അദ്ദേഹമായിട്ട് സംവദിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ബാക്കി എല്ലാ ആളുകളുമായിട്ട് ബന്ധമുണ്ട്. ഷിഹാബുദങ്ങളുണ്ട്, സാഹിബായിട്ടുണ്ട്, ചെറുശ്ശേരിയായിട്ടുണ്ട്, അലികുട്ടി മുസ്ലിയാരുമായിട്ടുണ്ട്, കാളമ്പാടിന്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്നത് പോലെ പിന്നെ നിങ്ങള് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവാണല്ലോ, അപ്പൊ ഇവര് സാധാരണ ഇവരെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് സലാം ചെല്ലാൻ പാടില്ല, പിന്നെ അവരൊക്കെ പുത്തൻവാദികളാണെന്നുള്ള നിലപാടാണല്ലോ. അപ്പൊ ഇവരൊക്കെ അമീറിന് സലാം ചെല്ലുകയോ നിങ്ങൾ അങ്ങോട്ട് മടക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും അതിനൊന്നും യാതൊരു സംശയമില്ല, ഒരു പ്രശ്നമില്ല. അതായത് ഈ പറയുന്നത് സലാം ചെല്ലാറുണ്ട്, മടക്കാറുണ്ട്, സലാം ചെല്ലാറുണ്ട്, മടക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, സൗഹൃദം പങ്കിടാറുണ്ട്. അത് ശരി. ഇന്നലെ സമസ്തയുടെ സമ്മേളനം ഉണ്ടായിരുന്നു. അതെ, അവിടെ നമ്മുടെ 2-3 നേതാക്കന്മാരെ ഞാൻ പറഞ്ഞിരുന്നു. അവര് അവിടെ പോയി മറ്റവര് വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. പിന്നെ വർത്താനം പറഞ്ഞു. ഞാൻ ഇന്നലെ അലികുട്ടി മുസ്ലിയാരെ വിളിച്ചു. ഇന്ന് ധാരാളക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് അത് വളരെ ഭംഗിയായി നടത്താനും അതുപോലെ അപകടങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടാനും വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം വിവരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അരക്ക് വരുന്നു, അരക്ക് പോകുന്നു, എന്തൊക്കെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് നേതൃതലത്തിൽ. ഈ അലിക്കുട്ടി മുസ്ലിം പ്രൊഫസർ അലിക്കുട്ടി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിം അദ്ദേഹം ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഹജ്ജ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. വളരെ വലിയ ബന്ധമാണ്. അല്ല, ഇവര് അങ്ങനെ ഈ പറയുന്ന തരത്തിൽ അപ്പൊ ചെറുശ്ശേരിയും ഒക്കെ പിന്നെ അമീറിന് സലാം മടക്കുന്നുണ്ട് തന്നെയാണ്. ചെറുശ്ശേരിയുടെ അടുത്ത് ഞാൻ പോകാറുണ്ട്. അദ്ദേഹം കൊണ്ടോട്ടിയാണ്. ഞാൻ എന്റെ പ്രധാന പ്രവർത്തന മേഖല കൊണ്ടോട്ടിയാണ്. എന്റെ ഫാദറിലും അദ്ദേഹം ഒരുമിച്ച് പഠിച്ചതാണ്. ശരി. ഫാദറിന് ആ നിലക്കുള്ള ബന്ധങ്ങൾ. അപ്പൊ ഇതെല്ലാം സാധാരണ ഈ പിന്നെ മുസ്ലിം ഞാൻ എല്ലാ റമദാനിലും ഇവർക്കൊക്കെ പിന്നെ ഈത്തപ്പഴത്തിന്റെ ഒരു കിറ്റ് കൊടുത്തേക്കാറുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് ഈത്തപ്പഴം വരുത്തും. പിന്നെ നമ്മളെ പ്രവർത്തകരെടുത്ത് വാങ്ങി അയക്കും. അവര് 100 കിട്ടും. മുസ്ലിം നേതാക്കൾക്ക് കൊടുത്തയക്കും. സന്തോഷവും സ്വീകരിക്കും. നന്ദി വാക്കുകൾ പറയും. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ട്. ഈ പിന്നെ ഈ കാന്തപുരത്ത് ഇത്തരത്തിൽ തന്നെ അവരുമായിട്ട് ആ ബന്ധം ഉണ്ടായിട്ടില്ല. അതെന്ന് വെച്ചാൽ അവർക്കൊരു പ്രശ്നമാണ്. നമ്മളുമായിട്ട് സംസാരിച്ചു എന്നത് പുറത്തിറങ്ങി കഴിഞ്ഞാല് അവര് ജമാഅത്ത് മുജാഹിദുകളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. അത് സുന്നി വിരുദ്ധമായ ഒരു ഏർപ്പാടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവര് സംഘടന ഉണ്ടാക്കിയത്. അപ്പൊ അതിന് വിരുദ്ധമായി അവര് തന്നെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രയാസങ്ങളുണ്ട്. അങ്ങനെ പ്രയാസം അവർക്കുണ്ട്. അതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾ പോകാറില്ല. അവരുമായിട്ട് ബന്ധം അങ്ങനെ സ്ഥാപിക്കാം. ഇതേ വാദം ഇതേ സുന്നികളെ അതേ വാദമുള്ള ആളുകൾ തന്നെയാണല്ലോ ഇപ്പൊ സമ്മേളനം കഴിക്കുന്ന ആളുകൾ. അപ്പൊ അവർക്കിപ്പോ ചെറുശ്ശേരിക്കോ അല്ലെങ്കിൽ ആലിക്കുട്ടി മുസ്ലിയാരിക്കോ ഈ പ്രശ്നങ്ങളൊന്നുമില്ലേ? അല്ല, അതെ, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാല് പിന്നെ അഭിപ്രായ വ്യത്യാസം ഉള്ളതോടുകൂടി തന്നെ പൊതു പ്രശ്നങ്ങളിൽ ജമാഅത്ത് മുജാഹിദ് വിഭാഗങ്ങളോടൊപ്പം നിൽക്കാമിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പോയിന്റ് നമ്പർ 1 കേട്ടോളി. സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പോയിന്റുകളാ. ഒന്ന്, സമസ്തന്റെ നേതാക്കന്മാരോട് കൂടെ സമ്മേളനത്തിന് ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കന്മാർ സന്ദർശിക്കുക, അവിടെ വേദി പങ്കിടുക. എന്നിട്ടോ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കാര്യങ്ങള് ഒരുപാട് ആളുകളൊക്കെ കൂടുന്ന പരിപാടിയാണല്ലോ. അപ്പോ നടക്കാൻ വേണ്ടി ദ്വാരിക്കുക, കൂട്ടുപ്രാർത്ഥന, ജമാഅത്തുകാരെ കൂട്ടിയിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തുക. നിങ്ങൾ ആലോചിക്കണോ? എന്നിട്ടോ അതേപോലെ തന്നെ നോമ്പിന്റെ മുമ്പ് കാരക്ക, സമസ്തന്റെ നേതാക്കന്മാർക്ക് ജമാഅത്തിന്റെ നേതാക്കന്മാരെ വക കാരക്ക, സലാഞ്ചല്ലൻ, കല്യാണം, വിരുന്ന്. എന്ത് സമസ്ത ചങ്ങായിമാരെ! സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ചേളാരി ഈസ് ഈക്വൽ ടു ജമാഅ ഇസ്ലാമി. കറക്റ്റാ.
ഇനി അതിന്റെ അപ്പുറമൊന്നും നോക്കാനില്ല. ഇതിന്റെ പിന്നെ താങ്ങിയിട്ടാണ് നിങ്ങൾ കേരളത്തിലെ സുന്നികളെ ചോദ്യം ചെയ്യുന്നത്. മനസ്സിലാക്കിക്കോ. നിങ്ങൾ കേരളത്തിലെ സുന്നികളെ ചോദ്യം ചെയ്യുന്നത് ഈ സമസ്തന്റെ, ഞാൻ പറഞ്ഞു ശംസുലുലമന്റെ സമസ്തയല്ല, കണ്ണിയത്ത് ഉസ്താദിന്റെ സമസ്തയല്ല, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നവറല്ലാഹു മർഖദഹും മഹാന്മാരുടെ സമസ്തയല്ല. ഇന്ന് നിങ്ങൾ കൊണ്ടുപോടെ ഈ മുക്കൂട്ടിന്റെ സമസ്ത, ഈ സമസ്തന്റെ പിന്നിൽ തൂങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത് സുന്നത്ത് ജമാഅത്ത് പറയാൻ? അത് ഏത് സുന്നി അവിടെ ഉള്ളത്? ആ കൂട്ടത്തില് അങ്ങനെ ഒരു സുന്നി ഇല്ല. അത് തന്നെയാണ് ആര് പറയണത്? ആരിഫ് അലി പറയണത്. ആ കൂട്ടത്തിൽ അങ്ങനെ ഒരു സുന്നി ഇല്ല. സുന്നത്ത് ജമാഅത്തിന്റെ തീവ്രത 100%. നിങ്ങൾ പറഞ്ഞല്ലോ 110, അത് 110 തന്നെയുള്ളത്. നിങ്ങൾ നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. കളിയാക്കാൻ വേണ്ടിയാണെങ്കിലും ഹക്കാണ് നിങ്ങളുടെ നാവും കൂടെ പോകുന്നത്. ആ 110 വോൾട്ടേജിൽ തന്നെ പ്രകാശിക്കും ഞങ്ങൾ. അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ ഉസ്താദ് വന്നിട്ടുണ്ട്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് ഈ ഫസ്റ്റ് കലിക്കറ്റ് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇപ്പം പയ്യോൾ ഉസ്താദ് മൈക്ക് വിടുമ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ ചെവി പൊത്തിയിട്ട് എന്ത് ചെയ്യരുത്, മൈക്കിലേക്ക് വരരുത്. അതുപോലെ ഞാൻ ചിലപ്പോൾ പയ്യോൾ ഉസ്താദ് മൈക്ക് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൈക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് കാണാം നിങ്ങൾ അതിന്റെ ഇടയിൽ മൈക്ക് ചാടുന്നത്. എന്താ അതിന്റെ ആവശ്യം? ഇന്ന് നിങ്ങൾ തിരക്കൂട്ടണ്, ധൃതി കൂട്ടണ്ടല്ലോ. നിങ്ങൾക്ക് ഇവിടെ സമയം തരുന്നുണ്ട് കേട്ടാ. ഇവിടെ ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള വഹാബികളുമായി ഇവിടെ അങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണ് എന്ത് പറഞ്ഞത്, മുജീബ് MKD എന്ന് പറയുന്ന ഐഡിയിൽ ഒരാൾ വന്നിട്ട്, അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം കേട്ടല്ലോ. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാരും കേട്ടില്ലേ? ഇപ്പൊ അത് ഇതുപോലെ ഒരുപാടുണ്ട് ഞങ്ങളെ അടുത്ത്. നല്ല ഓർമ്മ വെച്ചോളേണ്ടി കേട്ടാ. നിങ്ങളെ ഉള്ളു മുഴുവൻ മാന്തി പുറത്തിടുന്നത് ഞങ്ങളെ കയ്യിലുണ്ട്. ഞങ്ങളത് ഇറക്കായിട്ടാ. മനസ്സിലായല്ലോ? ഞങ്ങളതൊരു വിഷയമായിട്ട് എടുത്ത് അതിവിടെ ചർച്ച ചെയ്തിട്ട് നമ്മൾ പറയുമല്ലോ, അവനവന്റെ പല്ലി കുത്തി ആരാനെ മണപ്പിക്കണ്ടെന്നുള്ളത്. മനസ്സിലായോ? അത് ചെയ്യാതെ ഇവിടെ ഇരിക്കണതാണ്. അപ്പോഴാണ് എന്ത് ചെയ്യണത്? നിങ്ങളെ കയ്യിലുണ്ട് അല്ലേ? നിങ്ങളെ കയ്യിലുള്ള നിങ്ങൾ എപ്പോഴും ഇറക്കുന്നുണ്ടല്ലോ, ഇറക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളത് ചെയ്യലില്ല. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അല്ലേ, എല്ലാ റമദാനിക്കുന്ന പറഞ്ഞത് ആരിഫ് അലിയാണ് സംസാരിച്ചത്. ജമാഅത്തെ ഇസ്ലാമിന്റെ കേരള അമീറാണ് സംസാരിച്ചത്. നിങ്ങൾ കേട്ടില്ലേ? എന്താ പറഞ്ഞത്? എല്ലാ റമദാനിനും നോമ്പ് തുറക്കാനുള്ള കാരക്ക നിങ്ങൾ പറഞ്ഞപ്പോഴുള്ള സമസ്ത എന്ന് പറയുന്ന ആളുടെ അതിന്റെ സെക്രട്ടറിക്ക് കൊടുത്തയക്കാറും അദ്ദേഹം സ്വീകരിക്കാറുമുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങൾ സലാം പറയലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കലുമുണ്ട്, സലാം പറയലുമുണ്ട്, കാണലുമുണ്ട്. കാളമ്പാടി ഉസ്താദിന്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതും നമ്മൾ മനസ്സിലാക്കണല്ലോ. കാളമ്പാടി ഉസ്താദിന്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലാതെ മറ്റുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങളിതൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യണില്ല, അതൊരു ചർച്ചയാക്കി എടുക്കുന്നില്ല. അപ്പൊ സമസ്ത എവിടെയാണെന്നും ആശയം ആരുടെ കൂടെയാണുള്ളതെന്നും ഈ സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളാ പറയുന്നത്. നിങ്ങൾ ഇനി കൂടാതെ നോക്കൂ, നിങ്ങൾ താജുൽ ഉലമ നേതൃത്വം നൽകുന്ന സമസ്തയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇപ്പറഞ്ഞ കൂട്ടരെല്ലാവരും ഒന്നാവുന്നുണ്ട് ഇല്ലേ? മുജാഹിദ് അവിടെ ഒന്നാണ്, ഈ മുജീബിന്റെ ആൾക്കാർ ഒന്നാണ്, ജമാഅത്ത് ഒന്നാണ്, ചേകനൂര് കൂടണ്ട്, പിന്നെ സീറോ അബ്ദുള്ളാന്റെ ആളുകൾ കൂടണ്ട്, നിരീശ്വരവാദികൾ കൂടണ്ട്. ഇവരൊക്കെ ഒരു ഒറ്റക്കെട്ട. നേരെ മറിച്ച് താജുൽ ഉലമയുടെയും കാന്തപുരത്തിന്റെയും നൂറുൽ ഉലമയുടെയും പിന്നിൽ അണിനിരന്നിട്ടുള്ള സുന്നി പ്രവർത്തകർ ദീനീ വിഷയത്തിൽ എന്തില്ല, മറ്റുള്ള പുത്തനാശയക്കാരെ കൂട്ടുപിടിച്ചിട്ട് നിങ്ങളെ എതിർക്കാൻ വന്നിട്ടുണ്ടാ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മുജീബെ നിങ്ങളെ എതിർക്കാൻ വന്നിട്ടുണ്ടാ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഞങ്ങള് ധാരാളാണ്. മനസ്സിലായോ? എന്താണ് ഇനി അപ്പ കലിക്കറ്റിന് ഒരു മിനിറ്റ് മൈക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൈക്ക് എടുത്തോളൂ. നിങ്ങളുടെ കൂടെയാണ് കേട്ടോട്ടെ. വലിയ എന്താണ് പൈസയാണല്ലോ മുജീബ് വന്നിരുന്നത്. ഇനി അതിനേക്കാളും വലിയൊരു പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോളി, എന്നിട്ട് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഞാൻ മൈക്ക് കൂട്ടും. അസ്സലാമു അലൈക്കും.
നേരത്തെ 1 ലക്ഷം മൈക്കെടുത്തപ്പോൾ നിങ്ങൾ ഒരാൾക്ക് സമ്മതമില്ലാത്തതുകൊണ്ടൊക്കെ കുഴപ്പമില്ല. ഞങ്ങൾ മറ്റേ ക്ലാസ് റൂമിൽ കേരള ഇസ്ലാം ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഒരു കാന്തഭക്തൻ വന്നിട്ട് അവിടെ മുജീബ് നിങ്ങളെ ഫൈസിയെ പൊരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വന്നത്. ഞാൻ അത്ര കാലമായിട്ട് നിങ്ങളെ ക്ലാസ്സിൽ വന്നിട്ടില്ല, മൈക്കെടുത്തിട്ടില്ല. എന്റെ പേര് അഷ്റഫ്, ഞാൻ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്നു. ഫൈസി മറ്റൊന്നുമല്ല. പിന്നെ നിങ്ങൾ ഇവിടെ വന്നിപ്പോ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വെല്ലൂരിലെ വെള്ളം വിറ്റത് മുതൽ സമസ്ത അങ്ങേയറ്റം നിങ്ങൾ പയ്യോളി ഉസ്താദും മറ്റൊക്കെ വന്നിട്ട് പലതും പറഞ്ഞു. നിങ്ങൾ പിന്നെ മറ്റുള്ള ആളുകളുടെ ബന്ധം പറഞ്ഞു. പലതും കൂടി ഒന്നിച്ച് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ വെല്ലൂരിൽ നിന്ന് ഒരു വ്യക്തി കൊണ്ടുവന്ന് ദാറുൽ ഖുർആന് വേണ്ടി ലേലം ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരൊറ്റ മിനിറ്റ് ഉസ്താദിന് എന്നെ മൈക്ക്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ക്ലിക്ക് നിങ്ങൾക്ക് എന്നെ മൈക്ക് തരും കേട്ടോ, നിങ്ങൾക്ക് എന്നെ മൈക്ക് തരും. ഈ നിങ്ങൾ പറഞ്ഞല്ലോ പയ്യോളി കുറെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഡോട്ട് ഒഴിവാക്കി കൊടുക്കുക. അദ്ദേഹത്തിന്റെ ഡോട്ട് ഫസ്റ്റ് ക്ലിക്കിന് വളരെ ഓക്കെ, മാഷാ അല്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ പയ്യോളി കുറെ പറഞ്ഞു. ഈ പയ്യോളി ആരാന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിൽ നിങ്ങളെ റൂമിലുള്ള പ്രഗത്ഭന്മാരോട് ചോദിച്ചു നോക്ക് പയ്യോളി ആരാന്ന്. പയ്യോളി എന്തെയാ കൂടാരം വിട്ടെന്നറിയോ നിങ്ങള്? സത്യം പറയാലോ, ഞാൻ ഇപ്പൊ അടുത്തുവരേക്കും എനിക്ക് സമസ്തയോട് ഒരു മഹബത്തും ഒരു മതിപ്പും ഉണ്ടായിരുന്നു. എങ്ങനെ പോയാലും ഞാൻ സമസ്തനെ കുറ്റം പറയാൻ നിൽക്കൂല. എന്തുകൊണ്ടാ അറിയോ? അതാ ബഹുമാനപ്പെട്ട മഹാരഥന്മാരുണ്ടാക്കിയതാണല്ലോ വെച്ചിട്ട്. പക്ഷെ ഇപ്പൊ നശിപ്പിച്ചില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇത് പറയും, ഇതിനൊരു മറുപടി പറയും. ഞാൻ നിങ്ങളെ കൂടെ വരാം, ഞാൻ നിങ്ങളെ കൂടെ സമസ്തയിലേക്ക് വരാം. എനിക്ക് സമസ്ത തന്നെയാ വേണ്ടത്, എനിക്ക് അത് തന്നെ താല്പര്യം. നിങ്ങൾ പറയും ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരനെ സമസ്തന്റെ സമ്മേളനത്തിൽ കൊണ്ടുവന്നതും 85ാം വാർഷികത്തിന് പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിന് അവിടെ സ്റ്റാൾ അനുവദിച്ചതും സമസ്തയുടെ ആശയമാണോ അല്ലേ? ഒന്ന് മറുപടി പറയും. ഒന്ന് മൈക്കെടുത്തിട്ട് അതിനൊന്ന് മറുപടി പറയും. ഫസ്റ്റ് ക്ലിക്ക് ഇൻഷാ അല്ലാഹ് അതൊന്ന് തീരുമാനാക്കിയാൽ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദായിട്ടുള്ള ആ ബന്ധം ഒന്ന് തീരുകയാണെങ്കിൽ ഞാൻ സമസ്തയിലേക്ക് വരാം. പോരെ നിങ്ങൾക്ക് അതുപോലെ ആ വൃത്തികെട്ട വിഭാഗമായിട്ടുള്ള ബന്ധം സമസ്ത എന്ന് അവസാനിപ്പിക്കുന്നു അന്ന് ഞാൻ സമസ്തയിലേക്ക് വരാം. ഞാൻ ആ ഒറ്റ കാരണം കൊണ്ടാണ് സമസ്തയിൽ നിന്ന് പോരുന്നത്. കാരണം ശംസുൽ പഠിപ്പിച്ച സമസ്തയിൽ അതില്ല. ഫസ്റ്റ് ക്ലിക്ക് കണ്ണൂർ ഉസ്താദ് പഠിപ്പിച്ച സമസ്തയിൽ അതില്ല. അന്നൊക്കെ ഞാൻ സമസ്തക്കാരനാണ്, ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് നിങ്ങളൊന്ന് പറയും ആ ബന്ധം എന്താ, ആ ബന്ധം ഒന്ന് വിശദീകരിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഭയങ്കര ബന്ധം നിങ്ങൾ തന്നെ പോകുന്നത് എനിക്കറിയില്ല, നിങ്ങളെ എനിക്കറിയില്ല. നിങ്ങൾ ഈ പറഞ്ഞ മഹാന്മാരായ ശംസുൽ ഉലമ ജീവിച്ചിരിക്കെ 6, 7, 8 വർഷം ജീവിച്ചിരിക്കെ അന ഖൈറു മിൻഹു എന്ന് പറഞ്ഞ് മറ്റു പോർന്ന ഒരാളെ മറ്റു അപ്പുറത്തുള്ളത് ഈ പറഞ്ഞ അതാപ്പോ നിങ്ങളും പിന്നെ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം. ഫസ്റ്റ് ക്ലിക്ക് ജമാഅത്തെ ഇസ്ലാമി നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തിനാണ് 85ാം വാർഷികത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗത്തിന് സമസ്തയുടെ സമ്മേളന നഗരിയിൽ സ്റ്റാൾ അനുവദിച്ചത്? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറന്മാർ ജാമിയയുടെ സമ്മേളനത്തിന് എന്തിനാണ് വന്നിട്ടുള്ളത്? ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അന്ന് മൈക്കെടുത്തിട്ട് പറയൂ. അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് മുജീബായിട്ട് ചർച്ച ചെയ്ത് മുജീബ് തീർച്ച് തൂഫാനായി പോയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് ഇതാ ഇപ്പൊ അറിയേണ്ടത്. ഇതിന് മറുപടി പറയും. ഉസ്താദെ, വയ്യൽ ഉസ്താദെ, നിങ്ങൾ പലതും കൂടി പറഞ്ഞു. ഞാൻ തുടക്കത്തിലും പറഞ്ഞു, ഞാൻ വന്ന സമയത്ത് നിങ്ങൾ വെല്ലൂരിലെ മുടിയായിരുന്ന വിഷയം. ഓക്കെ, ഞാൻ നിങ്ങൾ പറഞ്ഞ അതേ വിഷയത്തിൽ തന്നെ വരാം. സമസ്തയുടെ ഒറ്റ മിനിറ്റ് ഉസ്താദെ. നിങ്ങൾ വന്നപ്പോ വെല്ലൂരിലെ മുടിയായിരുന്നു പ്രശ്നം. അല്ല, വെല്ലൂരിലെ മുടിയല്ല ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ശരി. നിങ്ങൾ പണ്ടൊരുത്തി വയത് കേൾക്കാൻ പോയ മാതിരിയായി. മനസ്സിലായോ? ഇവിടെ അതിന്റെ മുമ്പേ എന്ത് ചെയ്താണ്, മുജീബ് എന്ന പേരിലുള്ള ഒരു ഫൈസിയാണത്രേ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ മുജാഹിദുകളെ വെച്ച് അവരെ ഗണ്ണിക്കുകയും അവരുടെ ആശയ പാപരത്വം 400-ഓളം ഐഡികൾ, 400 ചില്ലാൻ ഐഡികൾക്ക് മുമ്പിൽ വെച്ച് അവരുടെ ആശയ പാപരത്വം തുറന്നു കാണിക്കുകയും മുജാഹിദുകൾ വഷളാകുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ ആ വഹാബിസമോ അല്ലെങ്കിൽ മൗദൂദിസമോ ഒളിപ്പിച്ചു വെക്കുന്ന, അതുകൊണ്ടാണ് ഞാൻ മുനാഫിക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ മുജീബ് എന്ന് പറയുന്ന കക്ഷി വന്നിട്ട് ആ ചർച്ച മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ടു.
അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ ചിന്തിക്കണം, ഫസ്റ്റ് കാലിക്കറ്റ് എന്നുള്ള വ്യക്തി ചിന്തിക്കണം. മനസ്സിലായോ? ഇവിടെ മുജാഹിദുകളുമായി ഒരു സംവാദം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സുന്നിയാണ്, സുന്നി ആശയത്തോട് വല്ല താല്പര്യവും വല്ല മമതയും വല്ല അനുകമ്പയും വല്ല ബന്ധവും ആ മുജീബ് എന്ന് പറയുന്ന കക്ഷിയുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഏറ്റവും കുറഞ്ഞത് അത് കേട്ട് ആസ്വദിക്കുകയും അതിൽ പറയുന്നതിൽ ഞങ്ങളെടുത്ത് വല്ല പാളിച്ചയും ഉണ്ടെങ്കിൽ മൈക്കിൽ വന്നിട്ട് ആ പാളിച്ചകൾ മുജാഹിദിനെ നേരിടുന്ന വിഷയത്തിൽ ഹെൽപ്പിന്റെ ആവശ്യമില്ലാതിരിക്കട്ടെ ചെയ്യുകയുമായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം നേരെ വന്നത് ഷായർ മുബാറക്കിന്റെ ചർച്ചയാക്കി ഇത് മാറ്റി തിരിച്ചുവിടാനാണ്. അപ്പോ എന്തൊന്നുമായാണോ വന്നത്, വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ മുജീബ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ് ഊരെ ഒടിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ഇത് കേട്ടിരുന്ന എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോഴാണ് ഇപ്പൊ എന്ത് ചെയ്തത്, നാറിയവനെ പേറാൻ വന്ന ഒരു ഗതികേട് നിങ്ങൾക്ക് വന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞത് ആ ചർച്ച അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് മൈക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ മൈക്ക് അവർക്ക് തന്നെ അയാൾക്ക് തന്നെയുള്ള കൊടുക്കണത് കേട്ടാ. ഒരാളടിക്കണം മൈക്ക് കൊടുക്കുന്നു, മൈക്ക് ഞങ്ങളാരും കൊണ്ടുപോകില്ല, ഇവിടെ ഉണ്ട്. ഈ മൈക്ക് SGVയിലെ മൈക്ക് ഇവിടെ ചർച്ചയ്ക്ക് വരുന്ന ആളുകൾക്കുള്ളത് തന്നെയാണ് കേട്ടാ, അവർക്ക് തന്നെ കൊടുക്കുന്നത്. മനസ്സിലായോ? എന്താണ് ധൈര്യമുണ്ടെങ്കിൽ ഡോട്ട് മാറ്റി കൊടുക്കുക. ആരുടെ ഡോട്ടാ പറഞ്ഞത്? ആരുടെ ഡോട്ടാ പറയണത്? വഹാബി SKSSF എന്ന് വഹാബി എന്ത് ചെയ്തിരിക്കണേ, SKSSFന്റെ ടൗസർ ഇട്ടിട്ടാ വന്നിട്ടുള്ളത്. എന്നിട്ട് വഹാബികളെ മുജാഹിദുകൾ എന്ത് ചെയ്തിരിക്കുകയാണിപ്പോ, സകല മുജാഹിദുകളിപ്പോ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, SKSSFന്റെ ടൗസർ ഇട്ടിട്ടാ വന്നിട്ടുള്ളത്. എന്താ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാലോ അതിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും ഇവിടെ നടപ്പില്ല മോനെ കേട്ടാ. കള്ളം പറയരുതെന്ന് അറിയണ ഇന്ന് ആണാണെങ്കിൽ എന്നാ നിങ്ങൾ വാ മൈക്കിലേക്ക് കുറെ നേരം അല്ലത് അടിക്കണ്. നിങ്ങൾ വാ, ഞങ്ങൾ മറ്റാളെ വിട്ടോളാം. ആൺകുട്ടിയാണെങ്കിൽ ഇങ്ങോട്ട് വാ, മൈക്കിലേക്ക് വാ. ഞങ്ങളിപ്പോ തൽക്കാലം ഫസ്റ്റ് കരിക്കറ്റ് നിങ്ങളെക്കാൾ പറയാൻ അറിയുന്ന ആളാണെന്നാ മനസ്സിലാവുന്നത്. ആര്? SKSSF ചേളാരി എന്ന പേരിൽ ഐഡിയിലുള്ള ഒരു ഒറിജിനൽ വഹാബി ഉണ്ട്. എന്നാ അദ്ദേഹം വരട്ടെ മൈക്കിലേക്ക്. അത് ശരി, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലെന്നാ. അപ്പൊ മൂപ്പര് പറഞ്ഞണ്ട എന്റെ കയ്യിൽ മൈക്കില്ല, പോയി കിടന്നുറങ്ങിക്കൂടാ വഹാബികളെ നിങ്ങൾക്ക്. കണ്ടാ മൈക്കിൽ വന്നാ കള്ളി പൊളിയും. ഞാനത് തെളിയിച്ചു തരാം ഒറിജിനൽ വഹാബിയാണ് നിങ്ങൾ എന്നുള്ളത്, ആ ടെസ്റ്റ് അടിക്കുന്നവൻ വഹാബിയാണെന്നുള്ളത്. നിങ്ങൾ ബൈക്കിൽ വന്നാൽ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം നിങ്ങൾ വഹാബിയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയതൊന്നും ഞങ്ങൾ അറിയണില്ലാന്നാ. നിങ്ങളെ SKSSF ടൗസർ ഇട്ടു. ആൺകുട്ടിയാണെങ്കിൽ വാ മൈക്കിൽ വാ കേട്ടാ. ഓക്കെ എന്നാ പയ്യോളിസ്ഥാൻ മൈക്ക് എടുത്തോളൂ. എന്തേന് ആ ഫസ്റ്റ് കാലിക്കറ്റ് പറയാനുള്ളത് പറയട്ടെ. ഓക്കെ, എന്നോട് പറഞ്ഞിട്ട് മൈക്കിൽ എടുത്തിട്ടാ ഒരു 15 സെക്കൻഡ് പോലും നിങ്ങൾ മൈക്ക് തരുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, മുജീബ് ഒരു പലരും സംസാരിച്ചിട്ടുണ്ടാവും, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വന്ന സമയത്ത് നിങ്ങൾ കാസിമി ഉസ്താദ് വിറ്റു, അതിന്റെ കാശ് തിരിച്ചു കൊടുക്കുക എന്ന വിഷയങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പയ്യോളി ഉസ്താദ് വന്നിട്ട് പല വിഷയങ്ങളും സംസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു, സംസ്ഥാനത്തെ കുറിച്ചും പിന്നെ മറ്റുള്ള ജമാഅത്തുമായിട്ടുള്ള ബന്ധമൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ കുറെ വർഷമായി സയ്യിദ് ഖമീസർ എന്ന് പറയുന്ന അറബിയുണ്ട്, അത് പിന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ അമീറാണ്. നിങ്ങളുടെ സാക്ഷാൽ ജീവിച്ചിരിക്കുന്ന ജനമുണ്ടല്ലോ, അദ്ദേഹം അവരത്തെ വരുന്ന സലാം ചെല്ലുന്ന കെട്ടിപ്പിടിക്കുക എന്നുള്ളതൊക്കെ ഞാൻ ശരിക്കും തെളിയിച്ചു തരാം. അതൊക്കെ വിഷയങ്ങൾ പറയുമ്പോ അറിയാം. മാഷാ അല്ലാ. ഇപ്പൊ അല്ലൈനില് സയ്യിദ് ഖമീസ് എന്നൊരാളുണ്ട്. ആ സയ്യിദ് ഖമീസ് പുത്തനാശയക്കാരനാണ്. മുപ്പത് പറയാണ് ഇതാണ് എന്തിനുള്ള തെളിവ്. കേരളത്തിലെ അമീർ, കേരള അമീർ, ജനാബത്തെ ഇസ്ലാമിന്റെ കേരള അമീറിന്റെ അടുത്തുനിന്ന് എന്ത് വാങ്ങി സാപ്പിടുന്നതിന്, കാരക്ക വാങ്ങി നോമ്പോർക്കുന്നതിനും ജമാഅത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമന്റെ സമ്മേളനത്തിന് ഇവരെ ക്ഷണിക്കുന്നതിനും ഇവർക്ക് അവിടെ പുസ്തകം പ്രസിദ്ധീകരണശാലക്ക് സ്റ്റാളൊരുക്കാൻ പിന്നെ കുച്ചി കുഴിച്ചിട്ട് കൊടുക്കുന്നതിനുള്ള രേഖ അല്ലേ
എന്റെ ഫസ്റ്റ് ക്ലിക്ക് പോയി കിടന്ന് ഉറങ്ങരുത് നിങ്ങൾക്ക്. ഇങ്ങനെ ഒരു തറവാടിത്ത വർത്താനം പറയണ്ടെങ്കിൽ മിനിമം എന്തെങ്കിലും ഒരു തറവാടിത്ത വർത്താനം. കാരണം സമസ്തയെ കുറിച്ച് ഞാൻ പറഞ്ഞത് തമാശയാ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടിറക്കുന്നുണ്ടല്ലോ, ആ സാധനം നശിപ്പിച്ചിട്ട് ഈ രൂപത്തിൽ വഹാബിന്റെയും മൗദൂദിന്റെയും അടിതാങ്ങുന്ന കോലത്തേക്ക് കൊണ്ടുപോയില്ല. നിങ്ങൾ അതിനെ സങ്കടമുണ്ട് അല്ലേ? എന്നിട്ട് പറയാ അവിടെ ഒരു സയ്യിദ് ഖമീസ് ഉണ്ട്, സയ്യിദ് ഖമീസിനെ എന്ത് ചെയ്യലുണ്ട്, കൈ പിടിക്കലുണ്ട്. ഇതാണ് രേഖ നിങ്ങൾക്ക് സമ്മേളനത്തിന് കൊണ്ടുവരാൻ. അല്ല മൊഞ്ചുള്ള രേഖ തന്നെ. എന്തായാലും സുഹൃത്തുക്കളെ, ഈ വർത്താനൊന്നും വേണ്ട. കാരണം എന്താ പറയുക, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാലേ ആ പ്രസ്ഥാനത്തിനേ ഇല്ല. പോരങ്ങൾക്കത് തുറന്നു പറയാ. സമസ്തയിൽ സുന്നത്ത് ജമാഅത്ത് പറയാൻ ആൺകുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല. തികച്ചു പറയാ. സുന്നത്ത് ജമാഅത്ത് ആണത്തത്തോടു കൂടെ പറയാനുള്ള ഒരുത്തനും ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ജീവിച്ചിരിപ്പില്ല. ഉണ്ടായിരുന്നു, എല്ലാം വഫാത്തായി പോയിട്ടുണ്ട്. ഇന്ന് ഒരുത്തനും ഇല്ല. നിങ്ങളെ അല്ലാതെ തന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ വിടുകയാണ്. സമയം ഒരുപാട് ദീർഘിച്ചു പോയി. മാഷാ അല്ലാഹ്. കേൾവിക്കാരൻ ഉസ്താദെ, ഈ മൂപ്പരെടുത്തൊന്നും ഒന്നുമില്ല ഉസ്താദെ. ഇനി വെറുതെ ചർച്ച. ഈ ഇമാതിരി ചർച്ചയാണ് നിങ്ങളെ പെട്ടിക്കൂട്ടിൽ നടത്തുന്നില്ലേ? ഇമാതിരി ചർച്ചയാണ് നിങ്ങൾ ആ പെട്ടിക്കൂട്ടി കൊണ്ടുവരുന്നില്ലേ? ആൺകുട്ടികളെ പോലെ ഒന്നും മുണ്ടാൻ കഴിയുന്നില്ലല്ലേ? ഇനി നിങ്ങൾ പറഞ്ഞല്ലോ ജഡൊന്ന് അതൊന്നും പറയിപ്പിക്കണ്ട. ഞങ്ങള് എണ്ണൽ തുടങ്ങിയാലേ ഒരു മൂലക്കം ഞങ്ങളുടെ പൊളിച്ചടക്കും. ആ പൊളിച്ചടക്കൽ അടക്കിയാലുണ്ടല്ലോ പിന്നെ വരാനുണ്ടാവൂലട്ടാ. ഞാൻ മൈക്ക് വിട്ട്. നിങ്ങൾക്ക് പൊളിച്ചടക്കാൻ ഒരു കുന്തുമില്ല. എന്തെങ്കിലും നിങ്ങൾ